ശിവഗണപതി. ഒരിക്കൽ ശിവനിൽ നിന്നും പിറവിയെടുത്ത അന്തകാസുരൻ ഈ പ്രപഞ്ചത്തിൽ തന്നേക്കാൾ ശക്തനായ മറ്റാരുമില്ലെന്ന വേളയിൽ അന്തകന്റെ സൈന്യാധിപതിയായ വർണ്ണാസുരൻ പാർവതിയുടെ കാര്യം അറിയിക്കുന്നു. ഇത് കേട്ട അന്തകന്റെ മനസ്സിൽ ആ അതീവ സുന്ദരിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി സൈന്യാധിപതിയായ വർണ്ണാസുരനെയും സൈന്യങ്ങളെയും കൈലാസത്തിലേക്ക് അയക്കുന്നു. കൈലാസത്തിലെത്തിയ വർണ്ണാസുരൻ പാർവതിയെ അപഹരിക്കുവാൻ ശ്രമിക്കുന്ന വേളയിൽ അതികോപിഷ്ഠരായി ഗണേശനും നന്ദിയും അസുരഗണങ്ങളെ ആക്രമിക്കുന്നു. കോപമടക്കാൻ സാധിക്കാത്ത ഗണേശൻ ശിവരൂപം പ്രാപിക്കുന്നു. ഇതെല്ലാം ജ്ഞാനദൃഷ്ടിയിൽ കണ്ട മഹാദേവൻ അവിടെ പ്രത്യക്ഷനാവും. നന്ദി, കോപമടക്കൂ നന്ദി. ഗണേശ, ഈ രൂപത്തിൽ നിന്നും പുറത്തു വരൂ പുത്ര. മഹാദേവ, ഇതാണോ മഹാദേവൻ? നമ്മുടെ മാതാവിനെ അപഹരിക്കാൻ വന്ന ഈ നീചനെ ഞാൻ വെറുതെ വിടുകയില്ല മഹാദേവ, വെറുതെ വിടുകയില്ല. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. നന്ദി, നീ എന്നും എന്റെ പ്രിയപ്പെട്ടവനാണ്. നിന്നെക്കാളും വലിയൊരു ഭക്തൻ നമുക്കുണ്ടാകില്ല. നിനക്ക് നാം ഒരു വരം നൽകുകയാണ്. എന്റെ ഭക്തർ നിന്നിൽ വന്ന് എന്ത് ദുഃഖമറിയിച്ചാലും അത് നാം സാധിച്ചു കൊടുക്കുന്നതാണ് നന്ദി. മഹാദേവ, അങ്ങ് ശക്തിയുടെ അധിപനാണ്. ത്രിശൂലധാരിയും ജടാധാരിയും അങ്ങാണ്. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ.